നല്ല പടമാണ്, സൂപ്പർ പടമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ അടുത്ത കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയാണ് ഈ പറഞ്ഞ ഭരതനാട്യം സിനിമ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഭരതനാട്യം എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സൈജു കുറുപ്പിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ കൃഷ്ണദാസ് മുരളി തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ഷോയ്ക്ക് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പിശുക്കന്മാരായ മക്കൾ ചേർന്ന് അച്ഛന്റെ സപ്തതി ആഘോഷം മാറ്റിവെക്കുന്നിടത്തു നിന്നാണ് ചിത്രം തുടങ്ങുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന അസാധാരണ സംഭവങ്ങളും തുടർന്നുണ്ടാകുന്ന നർമ്മ മുഹൂർത്തങ്ങളും തന്നെയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. എന്തൊക്കെയാണ് കുടുംബ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും കണ്ടാസ്വദിക്കാൻ പറ്റിയ മികച്ച ഒരു കോമഡി എന്റർടൈനർ തന്നെയാണ് ഭരതനാട്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. തോമസ് തിരുവല്ല ഫിലിംസിന്റെ ബാനറിൽ റിനി മറിയൻ ഡേവിഡ്, സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അനുപമ നമ്പ്യാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൽ സൈജു കുറുപ്പിനെ കൂടാതെ തന്നെ സായ്കുമാർ, കലാരഞ്ജനി, മണികണ്ഠൻ പട്ടാമ്പി, അഭിരാം രാധാകൃഷ്ണൻ, നന്ദു പുതുവാള്, സോഹൻ സിൻഡർ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിനിരന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കാണാൻ പറ്റിയ മികച്ച ഒരു കോമഡി എന്റർടൈനർ തന്നെയാണ് ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ. എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ ചിത്രം സഹായിക്കും എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം തന്നെ പറയുന്നത്. എന്തൊക്കെയാണ് ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും കാണാൻ പറ്റിയ ചിത്രം തന്നെയാണ് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്തൊക്കെയാലും ചിത്രത്തിന്റെ വരും ഷോകളിൽ ഇതേ അഭിപ്രായം നിലനിർത്താൻ ചിത്രത്തിന് സാധിച്ച ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ചിത്രം ഇതിനോടൊപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.